ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു എന്ന് കേൾക്കുന്നത് സന്തോഷകരമാണ്. അതിൽ സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇത് കുറച്ച് നാളുകളായി, കുറച്ച് മാസങ്ങളായി, വർഷങ്ങളായി അത് കൊടുത്ത സമയം മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഭാഗികമായിട്ട് മാത്രമാണ് പത്രത്തിലൂടെയൊക്കെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് ഉള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടുകയും അതിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ അത് ഇനിയിപ്പോൾ എത്രമാത്രം അതിനുള്ള സമയമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുമോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ഇങ്ങനെ കിടക്കുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് സർക്കാർ പറയുന്നുണ്ട്. പല കാര്യങ്ങളും അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ലല്ലോ. നമ്മുടെ വിഷയം അതാണ്. പല കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടുകയും ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് എന്ത് എന്ന് അക്കമിട്ട് നിരത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനോട് മറുപടി പറയാം. അതല്ലാത്തടത്തോളം കാലം, റിപ്പോർട്ട് പുറത്തു വരാത്തടത്തോളം കാലം അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാനായിട്ട് ഒക്കുന്നില്ല. ഇതുവരെയും പുറത്തു വന്നില്ലല്ലോ. ഇന്നത്തെ പത്രത്തിലൂടെ ഒക്കെ കണ്ടത് ഭാഗികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ പത്രത്തിലൂടെയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിഷേധിക്കാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയം തന്നെ അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു സഭ എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടില്ല. പക്ഷേ ജനത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ അടുത്ത സമയത്ത് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ ഇലക്ഷനോട് മുമ്പ് വരുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജനം നാച്ചുറലി, പ്രകൃതിദത്തമായ ഒരു സംശയം ഉണ്ടാകും. ഇത് ഇലക്ഷൻ അടുത്ത് വരുന്നതാണല്ലോ, അതിന്റെ പിന്നിലുള്ള ചില അജണ്ടകൾ ഉണ്ടല്ലോ എന്ന് ജനം പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് അല്ല എന്ന് പറയാൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നിൽക്കുന്നത്. അതാണ് വിഷയം. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിപ്പോൾ എത്ര കാലങ്ങളായി സഭകൾ എത്ര പ്രാവശ്യം ഇത് പുറത്തു വിടണം, കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഇതൊരു ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് തീരുമാനമായി കാണുന്നുണ്ടോ? ആ തീരുമാനം ഞങ്ങൾ കാണണ്ടല്ലോ. ഇലക്ഷൻ എന്തായാലും അടുത്ത മാസമല്ലേ, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ പിന്നെ മാർച്ചിലോ ഏപ്രിലോ ഇലക്ഷൻ വരുന്ന ഒരു ധാരണ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ പറയാതെ തന്നെ ഇലക്ഷൻ അടുത്ത സമയത്താണെന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ, ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറയണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് 3 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങളുടെ കൺസേൺ സഭ ഇത് കുറച്ചു കാലങ്ങളായി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞു. ഒരു സഭ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സഭകളും കാലാകാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണിത്. അത് ഇപ്പോൾ അത് ഭാഗികമായിട്ടെങ്കിലും അംഗീകരിച്ചെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് സഭ വീണ്ടും ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്നും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും. ഇപ്പം കുറച്ച് കാര്യം നടപ്പിലാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ആ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തു വരികയും റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പിലായെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകാൻ കൂടെ വേണമല്ലോ. അതാണ്.